Very good evening all. Welcome to Crystal. 2025 ജൂൺ സൈക്കിൾ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ വെബിനാർ സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. റീസൺലി കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ നോക്കുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ജൂൺ 2025 സൈക്കിൾ എക്സാമിനേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആസ്പിറൻസിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാവുന്ന പല സ്റ്റുഡൻസിലും പല ട്രെൻഡാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ട്രെൻഡുകൾ പോലും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷേ ഇപ്രാവശ്യം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഡിസംബർ സൈക്കിളോട് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ അതിന്റെ വിക്ടിംസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ പറയുന്നത്. ഏത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പല ആസ്പിറൻസും എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നത്, സാർ ഇപ്രാവശ്യം പറ്റിയില്ല, അടുത്ത പ്രാവശ്യം. വൈ യു ആർ ഹാവിങ് ദാറ്റ് തോട്ട്? ഇപ്രാവശ്യം പറ്റിയില്ല, അടുത്ത പ്രാവശ്യം എന്നുള്ളത്. അതിന് വേണ്ടിയുള്ള ഒരു 6 മാസത്തെ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ നിങ്ങൾ കൊണ്ട് എപ്പോഴും ചോദിച്ചിരിക്കണം. ആ രീതിയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇൻസൈറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വൺ ഓഫ് ദി എക്സ്പീരിയൻസ് ഫ്രം ദ സ്റ്റുഡൻസ്, കഴിഞ്ഞ പ്രാവശ്യം PhDയും അതിനുശേഷം നെറ്റും അടുത്ത പ്രാവശ്യം JRFും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആസ്പിരന്റിന് ഇപ്രാവശ്യം റാങ്കിൽ പോലും ഇടം കിട്ടിയിട്ടില്ല. അല്ലാതെ ഈ 3 ഒന്നിലും പെട്ടിട്ടില്ല. അത്രക്കും ടഫായിട്ടുണ്ടായിരുന്നു. വൺ കേസ് ഓൺലി വൺ കേസ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനേഷൻ ദാറ്റ് മച്ച് ടഫ് ഇവാലുവേഷനിലോട്ടാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഓരോ 6 മാസം കൂടുമ്പോഴും ഇങ്ങനത്തെ JRF എന്ന ആൾക്കാരുടെ നമ്പർ കുറച്ചുകൊണ്ട് വരികയാണ്. ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിനേഷന്റെ കോമ്പിറ്റൻസി ലെവൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് പഠിച്ചേക്കാം, അങ്ങോട്ട് എഴുതിയേക്കാം എന്ന് വിചാരിക്കുന്നതല്ല. ദർ ഷുഡ് ബി എ ഡെഡിക്കേറ്റഡ് പെർഫെക്റ്റ് പ്ലാനിങ് ഫോർ യുവർ ലേണിംഗ് സിസ്റ്റം. അതിനനുസരിച്ചുള്ള റിവിഷൻ നിങ്ങൾക്ക് വേണം, അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് മസ്റ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, ജൂലൈ മന്ത് കഴിഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, സ്റ്റിൽ യു ഹാവ് 5 months. 5 പ്രധാനപ്പെട്ട മാസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 5 മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് JRF നേടാൻ പറ്റണം എന്നുള്ളതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. NTA വർഷത്തിൽ 2 തവണ നടത്തുന്ന എക്സാമിനേഷനിൽ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. ടോട്ടലി നമുക്ക് വരുന്നത് 300 മാർക്സാ. ഇപ്രാവശ്യം കണ്ടോ, 180 ആണ് ജനറൽ കാറ്റഗറിക്ക് ഹിസ്റ്ററിയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 170 അറൗണ്ട് ആർക്കും വന്നു, OBCക്കും വന്നു. അങ്ങനെ ആ റേഞ്ചിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ 180 മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ രീതിയിൽ ആസ്പിറൻസിന് കിട്ടും, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, ഐ റിപ്പീറ്റ് അൺഫോർച്ചുനേറ്റ്ലി, കഴിഞ്ഞ പ്രാവശ്യം നെറ്റും JRFും നെറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ, JRF കിട്ടിയ ആൾക്കാർ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. നെറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇപ്രാവശ്യം എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് എ വേഴ്സ്റ്റ് സിറ്റുവേഷൻ. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ അടുത്ത 5 മാസം പ്രിപ്പറേഷൻ നടത്തുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് നൽകണം. എന്തിന്? പേപ്പർ 1നും പേപ്പർ 2നും ഈക്വൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ നൽകണം. ദിസ് ഈസ് സംതിങ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇല്ല എങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. സോ ഫാർ ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷെ റിഫോമിന്റെ ഭാഗമായിട്ട് ഏത് നിമിഷം വരാം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ പറയാറുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് എക്സാമിനേഷൻ. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കണം, മിഡീവൽ ഇന്ത്യ പഠിക്കണം, മോഡേൺ ഇന്ത്യ പഠിക്കണം, കൂട്ടത്തിൽ ഹിസ്റ്റോറിയോഗ്രഫി, അതിന്റെ റിസർച്ച് മെത്തഡോളജി. പ്ലസ് ഈ ആൻഷ്യന്റ് മിഡീവലും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കൾച്ചർ, ആർട്ട്, ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും ബാക്കി ആൻഷ്യന്റ് മിഡീവലും ഒക്കെ നോക്കുമ്പോൾ അതിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, എസ്പെഷ്യലി മോഡേൺ പീരീഡിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട് ഫ്രം ദ ആൻഷ്യന്റ് പീരീഡ് ഇറ്റ് സെൽഫ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഫ്രം ദ ആൻഷ്യന്റ് ആൻഡ് ടു മോഡേൺ ടൈംസ്. അങ്ങനെ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിലും ഡിഫറെന്റ് ഡയമെൻഷൻസിലും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഇവർ തന്നിട്ടുണ്ട്. 10 യൂണിറ്റിന്റെ സിലബസിന്റെ ഈച്ച് ആൻഡ് എവ്രി വേർഡ്, എല്ലാ കീവേഡും വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. എന്നിട്ട് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചോ, നിങ്ങൾക്ക് JRF കിട്ടുന്ന ഒരു ഡാം ഷുവർ ആണ്. അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് സിലബസ് എന്നിരിക്കുന്നത്. അപ്പൊ സിലബസിന്റെ എല്ലാ ഭാഗത്തുനിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് എല്ലാ ഭാഗത്തും ചോദിച്ചോണം എന്ന് നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുള്ള ഒരു ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ. എങ്ങനെ? നിങ്ങളുടെ ആഗ്രഹം പോലെ JRF അല്ലെങ്കിൽ നെറ്റ്, ഇത് രണ്ടായിരിക്കണം ഡ്രീം. PhD നിങ്ങളുടെ ഡ്രീമേ ആകരുത്. കാരണം ഫെലോഷിപ്പ് ഇല്ലാത്ത JRF ആണ് PhD ഓൺലി എന്ന് പറയുന്നത്.
അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്തിനാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി. യു ഹാവ് ടു ലേൺ ദിസ് മച്ച് ഓഫ് തിങ്സ്. 10 യൂണിറ്റിന്റെ സിലബസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് പേപ്പർ 2 മാത്രമാണ്. പേപ്പർ 1 ഇതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. പേപ്പർ 1 നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മറ്റൊരു സെഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും, പേപ്പർ 1ന്റെ സൂപ്പർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ടിപ്പുകളും ടെക്നിക്കും വളരെ മസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ ക്രിസ്റ്റലിൽ കോച്ചിങ് എടുത്തിട്ടും കാര്യമില്ല, എവിടെ കോച്ചിങ് എടുത്തിട്ടും കാര്യമില്ല. കാരണം അത് നമ്മൾ ഓരോരുത്തരും സെൽഫ് ലേണിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് ഓരോന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിപ്പയർ കൺസൈസ് നോട്ട്സ് ഫോർ എവറി ടോപ്പിക്. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരാറുണ്ട്. ഇപ്പൊ റീസെന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ്, ദ എക്സാം സ്പെസിഫിക് ചാപ്റ്റർ ഫ്രം ദ സ്റ്റോൺ ഏജ് ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. സ്റ്റോൺ ഏജിൽ നിന്നും ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നും നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് ക്ലാസ് എടുത്തു. ആരെ? ആർക്കിയോളജിസ്റ്റ്, അവരുടെ ഡിസ്കവറി സിഗ്നിഫിക്കൻസ് വെച്ചിട്ട്. കാരണം അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഞാൻ നിങ്ങളോട് മാപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ, മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് കൺസൈസ് നോട്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനാണ് കൺസൈസ് നോട്ട്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ദെൻ അതേ സമയത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഫ്ലോ ചാർട്ടോ ടൈം ലൈനോ മൈൻഡ് മാപ്പോ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു തരാറുണ്ട്. ചിലത് ഞാൻ തന്നെ ചെയ്തു തരാറുണ്ട്. ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് PYQs അലോങ് വിത്ത് MCQs. ട്രെൻഡ് നോക്കണം, കാരണം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ട്രെൻഡ് നോക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി. ദർ ആർ ഡിഫറെന്റ്, മിനിമം ഒരു 6 ഡയമെൻഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മിനിമം ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടും, ടു സ്റ്റേറ്റ്മെന്റും, അസർഷൻ റീസണും, മാച്ച് ദി പെയറും, ക്രോണോളജി ബേസ്ഡും, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലേ? അപ്പൊ ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി. ആൻഡ് ഫാക്ച്വൽ അക്യുറസി മസ്റ്റ് ആണ്, എസ്പെഷ്യലി വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ നെക്സ്റ്റ് എക്സാമിനേഷൻ. കാരണം പല സംഭവങ്ങളും പറയുമ്പോഴും അതിൽ ഡേറ്റ് ഉണ്ടാവും, അല്ലെ? ഇന്ന ഡേറ്റ് തട്ടണം, ചിലപ്പോൾ ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ തെറ്റിക്കുന്നത്. അപ്പൊ ആ ഡേറ്റുകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഫാക്ച്വൽ അക്യുറസിയും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഹാവിംഗ് ഓൾ ദീസ് ബേസിക് ലേണിംഗ് വി ഷുഡ് ഗോ ഫോർ എ റെഗുലർ റിവൈസിംഗ് ടൈം. റെഗുലർലി നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഗിവൺ ആസ് റെഗുലർലി. നിങ്ങൾക്ക് ഇവിടെ ക്രിസ്റ്റൽ ക്ലാസ് നടക്കുന്നത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ക്ലാസ് ആണെങ്കിൽ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ നിങ്ങൾക്ക് പേപ്പർ 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾ സൺഡേ എങ്കിലും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. എന്തിന്? ഹിസ്റ്ററിയുടെ റിവിഷന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് മൺഡേ മുതൽക്ക് വീണ്ടും അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും, അല്ലെ? നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടാകാറില്ല. ചില ദിവസം നിങ്ങളുടെ ബേസിക് ക്ലാസ്സസ് കാണാൻ വേണ്ടിയാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെഗുലർ അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഫൈൻ. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും പിയർ റിവ്യൂവും അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ ദാറ്റ് ആഫ്റ്റർ ഹാവിങ് സെൽഫ് ലേണിംഗ്. സെൽഫ് ലേണിംഗിന് ശേഷം മാത്രം ഗ്രൂപ്പ് ഡിസ്കഷന് പോവുക. ഇല്ലെങ്കിൽ അത് വെറുതെ ആകും, ഇല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് സ്റ്റുഡൻസിന് വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധമാണ്. അത് വരാൻ പാടില്ല. മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് മിസ്സാക്കരുത്. മോക്ക് ടെസ്റ്റും PYQs നിങ്ങൾ അറ്റ്ലീസ്റ്റ് 10 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റിംഗ് ചെയ്യണം. എന്ത്? 10x100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ, വീക്ക് ഏരിയസ് ഐഡന്റിഫൈ ചെയ്യണം. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഏത് ഏരിയയിൽ നിന്നാണ് എനിക്ക് കുറവ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സാവുന്നത്. ഈ 2 അപ്രോച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് വേണ്ടി പറ്റും, ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് PYQs എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ദെൻ ടൈം ബൗണ്ടഡ് പ്രാക്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്രാവശ്യം എക്സാമിനേഷൻ കഴിഞ്ഞ ചില കുട്ടികൾ 3 മണിക്കൂർ ഇരുന്നിട്ട് ഒന്ന് ടൈം എത്തുന്നില്ല. ചില കുട്ടികൾക്ക് 3 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല, കാരണം മുമ്പ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ പാടില്ല. പിന്നെ OMR ഷീറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ അത് ബാധകമല്ല. പക്ഷെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ബബിൾ ചെയ്തോ. അപ്പോൾ കുറച്ചൊരു ടൈം മാനേജ്മെന്റ് നമുക്ക് കുറച്ചുകൂടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലേണിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ലേണിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേ മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. നിങ്ങളൊരു 6 മാസത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും ഏറ്റവും ചുരുങ്ങി എടുക്കുന്നത്. ആ സമയത്തുള്ള പ്രിപ്പറേഷനിൽ നമുക്ക് കുറച്ച് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അത് എങ്ങനെയൊക്കെ ആകാം. സെൽഫ് ആയിട്ടുള്ള മോട്ടിവേഷനും പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം, ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസ് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും, അതുപോലെ ഇനി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇപ്പൊ നമുക്ക് സ്റ്റോണേജ് ഉണ്ട്, IVS ഉണ്ട്, ഇതിന്റെ രണ്ടിന്റെയും നമ്മൾ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 2 ദിവസം കൊണ്ട് തീർത്തു എന്നുള്ളത് തീരുമാനിക്കുക. ദിസ് ഈസ് കോൾഡ് വാട്ട്, ഷോർട്ട് ടേം. അതേ സമയത്ത് എന്റെ പ്ലാനിൽ 20 days ആണ് എന്ത്, നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യക്ക് വെച്ചിരിക്കുന്നത്.
അപ്പൊ 20 ഡേയ്സ് കുറച്ച് ലോങ് ടേം ആണ്. അപ്പൊ 20 ഡേയ്സ് കൊണ്ട് ടോട്ടൽ എന്ത് ചെയ്യും? ആൻഷ്യന്റ് ഇന്ത്യ വിൽ ബി കവേർഡ്. അത് സൂപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ബേസിക്സും അഡ്വാൻസ്ഡും എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതോട് കൂടെ എന്ത് ആൻഷ്യന്റ് തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഗോ ഫോർ മാക്സിമം ആൻഷ്യന്റ് റിവിഷൻ പ്ലസ് MCQs മോക്ക് ടെസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനിടക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിവ് റെഗുലർ ബ്രേക്ക്. ദിസ് ഈസ് ഓൾസോ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടൈം ക്ലാസ് വെക്കാതെ നമ്മൾ ഒരു പീരിയോഡിക്കലായിട്ട് വെച്ച് പോകുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് കണക്ട് വിത്ത് മെന്റേഴ്സ് ഓർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഫോർ യുവർ ഫർദർ ലേണിംഗ് സിസ്റ്റം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതും ചെയ്യാം. ആൻഡ് സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. ഈ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം? കൊള്ളാലോ എന്റെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാതിരിക്കലല്ല, ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് ഓരോ ക്ലാസ് റൂമിൽ ഞാൻ ഒരു ടാസ്ക് തരും. അത് എന്റെ സ്റ്റൈലാണ്. അത് ഞാൻ പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. അതേ സമയത്ത് നെറ്റ് എക്സാമിനേഷൻ പഠിപ്പിക്കുമ്പോൾ അവർക്കും കൊടുക്കാറുണ്ട്. ഓരോ ക്ലാസ്സിലും ഞാൻ ഒരു ടാസ്ക് കൊടുക്കും. ഈ ടാസ്ക് കഴിഞ്ഞിട്ട് അവർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഗൈസ് ഷുഡ് നോ ദാറ്റ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വേണം. അതാണ് നിങ്ങളുടെ ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റുഡ്? അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോ അവഗണിച്ച് നിൽക്കാനാണ് എന്നുണ്ടെങ്കിൽ ഫൈനലി ആഫ്റ്റർ റിസൾട്ട് യു വിൽ ബി കമ്മിങ് ബാക്ക് ആൻഡ് സേ പ്രിപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതല്ല, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം JRF മസ്റ്റായിട്ട് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ലേണിംഗ് സിസ്റ്റത്തിനെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. പഴയ സെയിം ലേണിംഗ് സിസ്റ്റം തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ പിന്നീട് എന്തിനാ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരാൻ? അപ്പൊ ഇമ്പ്രൂവ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദ മോഡ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലാസ് റൂം പ്രോഗ്രാം, ഇന്ററാക്ഷനും മെന്റർഷിപ്പ് ഒക്കെ വെക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാൻ. ഓക്കെ, ദെൻ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. പല കുട്ടികളും ചോദിക്കുന്നതാണ് ഏത് മെറ്റീരിയൽ നോക്കും. ഇഗ്നുവിന്റെ MA സ്റ്റഡി നോട്ട്സ് വലിയ ബുക്കാണ്. ഞാൻ ഇഗ്നു എന്നാണ് PG കഴിഞ്ഞത്. അപ്പൊ എനിക്കറിയാം ഈ ബുക്കിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. ലൈക്ക് വളരെ വിശാലമായി പരന്ന് പന്തലിച്ച് കിടക്കുന്നതാണ്. പക്ഷെ അത് ഫുള്ള് വായിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ആണ്. ഓക്കെ, കുറച്ച് റിസ്ക് ഉണ്ട്. ദെൻ NIOSO NCERT ബുക്കുകൾ ബേസിക്സിനാണ്. ഇത് അഡ്വാൻസ്ഡ് ആണ്. സ്പെക്ട്രം ഓർ പ്ലാസിറ്റി പാർട്ടീഷൻ അഡ്വാൻസ്ഡ് ആണ്. ചെറിയ ബുക്കൊന്നല്ല, അത്യാവശ്യം വലുതാണ്. പ്ലാസിറ്റി പാർട്ടീഷൻ ഒന്നും അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ബുക്കല്ല. സതീഷ് ചന്ദ്ര ഫോർ മിഡീവൽ ഇന്ത്യ, ഇത് സിംഗിൾ വോളി അല്ല, വോളിയം 1 വോളിയം 2 എന്ന് പറയുന്ന ഒരു രണ്ടും കൂടിയും കൂട്ടുമ്പോൾ ഒരു 900-1000 പേജുള്ള ബുക്ക് ഉണ്ട്. അതാണ്, അല്ല നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കുഞ്ഞു ബുക്കല്ല. ദെൻ ഉപീന്ദർ സിംഗ്, ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതൊക്കെ അഡ്വാൻസ്ഡ് ബുക്കുകളാണ് എക്സെപ്റ്റ് ദിസ് NCERT. പിന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ അത്ര മൈൻഡ് ആക്കണ്ട. നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മതി. ഹിസ്റ്റോറിയോഗ്രാഫി റിലേറ്റ് ചെയ്യുന്ന വേൾഡ് ഹിസ്റ്ററി മാത്രം മതി. അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്റോറിയോഗ്രാഫിക്ക് വേണ്ടി നമ്മൾ ഒരു പുസ്തകം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹിസ്റ്റോറിയോഗ്രാഫി ചോദിക്കുന്നത് പലപ്പോഴും ഈവൻ ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? PYQs വെച്ചിട്ട് ഹിസ്റ്റോറിയോഗ്രാഫി അപ്രോച്ച് ചെയ്യലാണ് ഏറ്റവും നല്ല വഴി. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ. ഇതാണ് സജസ്റ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പൊ നിങ്ങൾ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ഇതൊക്കെ വായിച്ചു തീരുമോ? ഐ എം ജസ്റ്റ് ആസ്കിങ്, ഗിവ് മീ റെസ്പോൺസ്. ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ തീർക്കാൻ പറ്റുമോ? എങ്കിൽ ഞാൻ നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് വിശേഷിപ്പിക്കും. ഞാൻ തരും നിങ്ങൾക്ക് അതിന്റെ അവാർഡ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്തു തരും. പറ്റില്ല. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ് നോക്കുന്നത്. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചവന് മനസ്സിലാവും ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നുള്ളത്. സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു പുസ്തകമോ, ഉപീന്ദർ സിംഗിന്റെ ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ തന്നെ അത് തീർക്കാൻ തന്നെ ഒരൊറ്റ ബുക്ക് തീർക്കാൻ നമുക്ക് ഒരു വർഷം ഏകദേശം എടുക്കും. സ്പെക്ട്രം നിങ്ങൾക്ക് വായിച്ചു തീർക്കാം, 3-4 മാസം കൊണ്ട് വായിച്ചു തീർക്കാം. കാരണം അത് കുറച്ചുകൂടെ ഗൈഡ് മോഡലാണ്. പക്ഷേ ഹിസ്റ്റോറിക്കൽ ബുക്കാണ് ഉപീന്ദർ സിംഗ്. ഹിസ്റ്റോറിക്കൽ ബുക്കാണ് പ്ലാസി പാർട്ടീഷൻ. ഹിസ്റ്ററി 2 വർഷത്തെ ടെക്സ്റ്റ് ബുക്കാണ് MA ഹിസ്റ്ററി സ്റ്റഡി നോട്ട്സ്. അതാണ് നിങ്ങൾ 6 മാസം കൊണ്ട് വായിച്ചെടുക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. യു കനോട്ട് കംപ്ലീറ്റ് വിത്തിൻ 1 ഇയർ ഓൾ ദീസ് സ്റ്റെപ്സ്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ 2.5 വർഷം എടുത്ത് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. ഐ റിപ്പീറ്റ്, 2.5 വർഷം നമ്മൾ എടുത്തിട്ടുള്ള ബുക്കാണ് ആൻഷ്യന്റ് മിഡീവൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഈ 3 വോളിയം ബുക്ക്. ഈ ബുക്ക് കയ്യിലുള്ള ആൾക്കാരൊന്ന് ആരൊക്കെയാ ഒന്ന് കമന്റ് ചെയ്തേ. അവരെ കൂടെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നത്.
Who all have these books? Tindu, okay. Aravind, okay. ഷമീമ, അമൃത, ലിറ്റി, അഖിൽ, ഓക്കെ ഫൈൻ. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിന് ക്രമീകരിച്ചിരിക്കുന്ന മോഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന്, ആ പുസ്തകത്തിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടാവും. ചാപ്റ്റർ 1 ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, ചാപ്റ്റർ 1ന്റെ തുടക്കത്തിൽ നിങ്ങൾ അടുത്തൊരു സബ് ഹെഡിങ് കാണുവോളം ആ ടോപ്പിക്കിന്റെ ബേസിക്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ബേസിക്സ് ക്ലിയർ അല്ലേ, യു ഹാവ് ടു റീഡ് ഫ്രം ദ. ഓക്കെ, അതേ സമയത്ത് ഈ ടോപ്പിക് നോക്കിക്കേ, നിങ്ങൾ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് പ്രീ ഹിസ്റ്ററിയുടെ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പിക്ചറും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട് അതിന്റെ പോയിന്റിലോട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾക്ക് ആൻഷ്യന്റ് പഠിക്കുന്ന സമയത്ത് ഉപീന്ദ്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഉപീന്ദ്രനുള്ള നോട്ട്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കണം. സ്പെഷ്യൽ ഹെഡിങ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ബേസിക്സ് അറിയുമെങ്കിൽ നോക്കണം എന്നില്ല. കാരണം പുസ്തകം നമുക്ക് വായിച്ചു തീർക്കണമല്ലോ. ഒരൊറ്റ സിംഗിൾ ബുക്കാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും ബുക്കുകൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, ഏകദേശം 10ഓളം ബുക്കുകളുണ്ട്. NIOസും NCERTയും BV റായും മുഖർജിയും കൂട്ടിയിട്ട് 10ഓളം ബുക്കുകളുണ്ട്. ഈ 10ഓളം ബുക്കുകളുടെ ഒരു സമ്മറി എന്ന രീതിയിലാണ് നമ്മൾ ഈ 3 വോളിയത്തിൽ പുസ്തകങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ഭാഗങ്ങൾ നോക്കണം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ടേബിൾസ്. പുസ്തകത്തിലുള്ള എല്ലാ ടേബിൾസും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടേബിൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം എല്ലാ യൂണിറ്റിലും ഈ ഒരു ചാപ്റ്റർ കാണാൻ പറ്റും. എക്സാം സ്പെസിഫിക്. ഇതാണ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ. അപ്പൊ അതുകൊണ്ട് എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ മിസ്സാക്കരുത്. ഞാൻ നിങ്ങൾക്ക് അതേ സമയത്ത് ഒരു കാര്യം പറയുന്നു. നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, ഡിസംബർ സൈക്കിളിലോട്ടുള്ള ബാച്ചിൽ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി റിവൈസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെയും എക്സാം സ്പെസിഫിക് എടുത്ത് വായിക്കുക. മിഡീവിലാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന്റെ എക്സാം സ്പെസിഫിക് എടുത്ത് വായിക്കുക. ആൻഷ്യൻ ഇന്ത്യ ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആൻഷ്യൻ ഇന്ത്യയിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കുന്നില്ലേ? ഇത് എക്സാം സ്പെസിഫിക് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ് റൂമിൽ. അതിനുശേഷം നിങ്ങൾ ഈ ടോപ്പിക്ക് തീർക്ക്. അപ്പൊ നിങ്ങളെ പുസ്തകമുള്ള ആൾക്കാർ സ്റ്റോൺ ഏജിന്റെയും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എക്സാം സ്പെസിഫിക് മാത്രം എടുത്ത് വായിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി നോക്കിക്കേ. ദാറ്റ്സ് യുവർ ലേണിംഗ് പ്രോസസ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബേസിക്സ് അറിയാത്തവരാണോ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബിഗിൻ വിത്ത് ബേസിക്സ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷന്റെ, നമ്മുടെ കോഴ്സിന്റെ അകത്തുള്ള ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ആൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടോ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോൺ ഏജിന്റെയും ഇൻഡസ് വാലിയുടെയും അഡ്വാൻസ്ഡ് ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനു മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആർക്കും ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ബേസിക്സ് കാണുക, എന്നിട്ട് നിങ്ങൾ അഡ്വാൻസ്ഡ് ക്ലാസ്സസിൽ പങ്കെടുക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് സംഘടിപ്പിക്കും. ആ സമയത്ത് നിങ്ങൾ ടെസ്റ്റിലോട്ട് വന്നാൽ മതി. അതായത് നിങ്ങൾ ഇപ്പോൾ ഒറ്റയടിക്ക് വേണ്ട ടെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യണം എന്നില്ല. ടെസ്റ്റിന് സമയം നമ്മൾ പാരലി നിങ്ങൾക്ക് തരും. ഇപ്പൊ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്സസ് കഴിഞ്ഞു എന്നുള്ള സ്ഥിതിക്ക് മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, വിൽ ബി പ്രൊവൈഡിങ് കുറച്ച് പീരിയോഡിക് ആയിട്ടുള്ള ടൈം തരും. അതനുസരിച്ച് ടെസ്റ്റ് നടത്തും. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ് ഇൻഡസ് വാലി സ്പേസ് കഴിഞ്ഞാൽ ഏതാണ്, വേദിക്കാണ് വരുന്നത്. അപ്പൊ വേദിക്കിന്റെ ബേസിക്സ് ഇതിന്റെ അകത്തുണ്ടെന്നേ, അത് കാണുക. ശേഷം വേദിക്കിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാം സ്പെസിഫിക് ക്ലാസ് കാണുക. അപ്പൊ അങ്ങനെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോക്കിക്കേ. ഒന്ന്, ഞാൻ 6 തവണ എക്സാം അപ്പിയർ ചെയ്തപ്പോൾ 6 തവണ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓരോ സബ്ജക്റ്റ് ഓരോരുത്തരും എടുക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഫാത്തിമ ടീച്ചർ JRF ആണ്, രേഷ്മ JRF ആണ്, പലരും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങള് വളരെ നല്ലൊരു സീരിയസ് അപ്രോച്ചിൽ വേണം ഈ ഒരു സബ്ജക്റ്റിനെ കാണാൻ വേണ്ടി. കാരണം വളരെ വളരെ ടഫായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ആസ്പിരൻസിന് പലർക്കും കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ 50% പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ കൂട്ടത്തിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പേപ്പർ 1. പേപ്പർ 1ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 3 ദിവസം കൊടുക്ക്. ബാക്കി 4 ദിവസം നിങ്ങൾ ഹിസ്റ്ററിക്ക് കൊടുക്ക്. ആ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗായ്സ് അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ റെഡി അല്ലേ? ഐ ജസ്റ്റ് വാണ്ട് ദാറ്റ് റെസ്പോൺസ് ഓൺലി. ആർ യു ഗൈസ് റെഡി? ഇത്ര എനിക്ക് അറിയേണ്ടതുള്ളൂ. ആണെന്നുണ്ടെങ്കിൽ ഫർദർ ഡേയ്സ്, അപ്കമിംഗ് ഡേയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വരും. ഫൈൻ, താങ്ക് യു. നിങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മെന്റർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്സാം അപ്രോച്ച് അല്ലെങ്കിൽ ലേണിംഗ് അപ്രോച്ചിന്റെ ഒരു സെഷൻ എന്ന രീതിയിൽ മാത്രം ഇന്നത്തെ ക്ലാസ്സിനെ നിങ്ങൾ കണ്ടാൽ മതി. ദാറ്റ്സ് ഓൾ. എനിക്ക് കൂടുതലൊന്നും പറയാല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ സ്പീക്ക് ഔട്ട് നൗ.